ഞാനിപ്പോൾ പുലിമുട്ടിലാണ് നിൽക്കുന്നത്. പുലിമുട്ടിലെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറം അറബിക്കടലാണ്. അറബിക്കടലിനെ ചുംബിക്കുന്ന ചേറ്റുവ കായൽ, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞാനിവിടെ വണ്ടി നിർത്തി പുലിമുട്ടിൻ്റെ ഭാഗത്തേക്ക് ആ കടലിലേക്ക് പോകുന്ന സാധനത്തിനാണ് പുലിമുട്ട് എന്ന് പറയുന്നത്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമസ്കാരം. മഴക്കാലം എത്തി. കഴിഞ്ഞ വർഷത്തെ പോലെ ദുരന്തങ്ങളൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പുലിമുട്ടിലാണ്. ചാവക്കാട് മുനക്കിക്കടവ് പുലിമുട്ടിൽ. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് അപകട മുന്നറിയിപ്പ്. പുലിമുട്ടിൽ ശക്തമായ തിരയടിച്ച് അപകടാവസ്ഥ. ഈ പുലിമുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇവിടെ വണ്ടികൾ വരുമ്പോൾ അവരുടെ വെയിറ്റ് എടുക്കാനാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു വെയിങ് മെഷീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കരിങ്കല്ലുകൾ എത്ര കരിങ്കല്ല് കൊണ്ടുവന്നു എന്ന് അവർക്ക് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇപ്പം ഇത് ഉപയോഗശൂന്യമായിട്ടാണ് വണ്ടികളൊക്കെ ഇതുവരെ തന്നെ വരുള്ളൂ. പുലിമുട്ടിലേക്ക് പോകുന്ന ആ വഴിയാണിത്. കുറേ ആൾക്കാർ ഇവിടെ കാണാനൊക്കെ വന്നിട്ടുണ്ട്. ലേഡീസ്, കുട്ടികളൊക്കെ ഉണ്ട്. സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാലം മുമ്പ് ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ പണ്ട് പണിക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ബാക്കി വന്ന കല്ലുകൾ ഇവിടെ ഇട്ടിരിക്കണമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പുലിമുട്ടിൻ്റെ അറ്റത്തോട്ട് പോവാം. കുറച്ച് ദുർഘടമാണ് വഴി. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. പോകണം. ഈ ഒരു പുലിമുട്ടിൽ വലിയ അധികം ആൾക്കാരൊന്നുമില്ല. പക്ഷേ അപ്പുറത്തെ പുലിമുട്ടിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ മീൻ പിടിക്കാനൊക്കെ അങ്ങനെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അതിൻ്റെ അറ്റത്തേക്കൊക്കെ. ആ പുലിമുട്ടിൽ മീൻ പിടുത്തം കുറച്ച് കൂടുതലാണ്. ഇവിടെ കുറച്ച് കുറവാണ്. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ഇവിടെ കടലിൽ കുറച്ച് ഡേഞ്ചറാണ്, അപകടമാണ്, ദേഷ്യമാണ് എന്നൊക്കെ നേരത്തെ ആ ചേട്ടന്മാർ പറഞ്ഞല്ലോ. അത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ. കടലിൽ ഭയങ്കര ശക്തിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ നടന്ന് പോകാം. കടൽ അവിടെ ശക്തിയായിട്ട് ആവട്ടെ, ഇങ്ങനെ പോവാം. ഈ പുലിമുട്ടിൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങൾക്ക് മനസ്സിലായ? അതായത് അവിടെ കടൽ നല്ല ശക്തിയായിട്ട് തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ശക്തി കുറഞ്ഞത്. അവിടെ വേറൊരു പുലിമുട്ടും കൂടി ഉണ്ടല്ലോ. ഉണ്ട്. അങ്ങനെ ഈ രണ്ട് പുലിമുട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് ആ നേരത്തെ കണ്ട ആ ഒരു ഹാർബർ, അവിടേക്ക് ബോട്ടുകളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഇടയിൽ മണൽ നീക്കം ചെയ്യണം എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ബോട്ടുകൾ ഇങ്ങനെ പോയി അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫിഷിംഗ് ലൈനിലേക്ക് ബോട്ടുകളൊക്കെ എത്തുന്നത്. ആ ബോട്ടുകളുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് പുലിമുട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും നല്ല രീതിയിൽ ശക്തമായ തിരമാലകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിയൊരു തിരമാല ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും പവർ ബാങ്കും ഫോണും എല്ലാം നനഞ്ഞു പോയി. തിരമാല കണ്ടോ കൂടി വരുന്നു. തിരമാലയുടെ ശക്തി കൂടി വരുന്നു. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകണോ? അത് ഡേഞ്ചർ അല്ലേ? അപ്പോൾ നമുക്കിനി പോകണ്ടല്ലോ. കണ്ടോ, എനിക്ക് തോന്നുന്നു ആ കല്ലുകളൊക്കെ ഒലിച്ചു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നല്ല രീതിയിലുള്ള അടിയാണ് അടിക്കുന്നത്. എവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം നല്ല തിരമാലയായിരുന്നു. പക്ഷെ ഇപ്പോൾ മാറി. വലിയൊരു തിരമാല വരുന്നു കേട്ടോ. അടിച്ച് കയറി വാ. അതവിടെ വേറെയും അടിച്ചു കയറി വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കുറേ ദൂരത്തായിട്ട് കുറച്ച് പിള്ളേർ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർ സെറ്റാണ്. അവിടെ വേറെ കുറച്ച് ഫാമിലികളൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകാം. പുലിമുട്ടിൻ്റെ അറ്റത്തേക്ക് പോകുന്ന പരിപാടി എന്തായാലും നടക്കില്ല എന്നല്ല, നല്ല തിരമാലയാണ് വരുന്നത്.
ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടേക്കല്ല, ഞാൻ അപ്പുറത്തെ പുലിമുട്ടിലേക്ക് വരാനാണ് ശരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പണി പാളിപ്പോയി, ഞാൻ വന്ന റൂട്ട് മാറിപ്പോയി. അതുകൊണ്ടാണ് ശരിക്കും മറ്റേ ദേശീയപാത സംസ്ഥാന പാത ആ വഴി കൂടെ അങ്ങനെ വന്നിട്ട് ചേറ്റുവ വഴി അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് മറ്റേ പുലിമുട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അതിലൂടെ വന്നു കഴിഞ്ഞാൽ കുറേ മീൻ പിടിക്കുന്ന ചേട്ടന്മാരനെ കാണാൻ പറ്റും. അവിടെ നമ്മൾ ചൂണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചൂണ്ടിട്ടിട്ട് നമുക്ക് വലിയ വലിയ മീനുകളിനൊക്കെ പിടിച്ചുകൊണ്ട് പോകാം. പിന്നെ കായലിൽ നിന്നൊക്കെ വരുന്ന മീനുകളൊക്കെ അവിടെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. എന്തായാലും വലിയ വലിയ മീനുകൾ കിട്ടും. പണിപാളി, മഴ പെയ്തു. ഇത് കര അടുത്ത സ്ഥലം ആയ കാരണം തോന്നുന്നു അധികം തിരമാലകളൊന്നുമില്ല. പക്ഷെ അവിടെ നല്ല രീതിയിലുള്ള തിരമാലകളുണ്ട്. ഇതിവിടെ ഒരു കുഞ്ഞൊരു ഷെഡ് കണ്ട. ഇതൊക്കെ ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരുടെ, അതായത് വെള്ളത്തിലെ പണിക്കൊക്കെ പോകുന്നില്ലേ, വലയൊക്കെ വലിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഷെഡുകളായിരിക്കണം. അവരുടെ വലകളൊക്കെയാണ് ഇവിടെ മൂടി വെച്ചിരിക്കുന്നത്. നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. പുലിമുട്ടിൻ്റെ ഇടയിൽ ഒരു പ്ലേസ്. അവരുടെ വഞ്ചി ഇവിടെ കിടക്കുന്നുണ്ട്, മൂടി വെച്ചിരിക്കുന്നുണ്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറില്ല എന്നാണ് വിശ്വാസം. ഞാൻ നിന്നിരുന്ന ആ ഒരു പുലിമുട്ട് ഈ കാണുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് ആ ഒരു കല്ല് കാണുന്നില്ല ആൾക്കാർ നിൽക്കുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ദൂരം പോയി. പിന്നീട് അങ്ങോട്ട് ദൂരം പോകാൻ പറ്റിയില്ല. അവിടേക്ക് അപ്പോഴേക്കും നല്ല തിരമാലകൾ വന്നു. അപ്പോൾ ഞാൻ പിൻവാങ്ങി വന്നതാണ്. ഇതതിൻ്റെ താഴത്തുള്ള വേറെ കുറച്ച് സ്ഥലങ്ങളാണ്. ഈ കാണുന്ന ഈ ഒരു വാട്ടർ പാതയിലൂടെയാണ് നേരത്തെ കണ്ട ഒരു ഹാർബറിലേക്ക് ബോട്ടുകളെല്ലാം പോകുന്നത്. ബോട്ടുകൾ ഹാർബറിൽ നിന്ന് മീൻ പിടിക്കാൻ അറബിക്കടലിലേക്ക് പോകുന്ന ആ വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ ശരിക്കും ഒരു വില്ലനായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് മഴ പെയ്തത്. അപ്പോൾ ഞാനിവിടെ ആ ഒരു കൂടിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പണിക്കാരൊക്കെ ഉണ്ടാക്കിയ ആ ഒരു ഷെഡിൻ്റെ ആ ഭാഗത്തേക്ക് കയറി വന്നിരിക്കുകയാണ്. ഇനി മഴ കുറച്ചൊന്ന് മാറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ചെറു ചാറ്റൽ മഴയാണ് കേട്ടോ, അല്ലാതെ വലിയ കാര്യമായിട്ട് മഴയൊന്നുമില്ല. ചില നേരത്തെ കടൽ കാണാൻ വന്നിട്ട് ഈ വൈബൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ തന്നെ വീട് വെച്ച് താമസിച്ചാലോ എന്ന്. പക്ഷേ ഇവരുടെ കഷ്ടപ്പാടുകൾ, അതായത് മഴക്കാലത്തുള്ള കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും വേണ്ട ഇവിടെ വീട് വെക്കണ്ട എന്ന്. മഴ മാറിയിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വരും. ഇനിയും സമയം ഏകദേശം 5:10 ആയിട്ടുണ്ട്. പക്ഷേ നല്ല വെളിച്ചമുണ്ട് കേട്ടോ ഇവിടെ. നല്ല വെളിച്ചം എന്ന് പറയുമ്പോൾ 5:10 വെളിച്ചില്ലേ, എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഇരുട്ട് മൂടും പെട്ടെന്ന് തന്നെ. 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നല്ല ഇരുട്ടാവും. മഴക്കാറും അത്യാവശ്യമുണ്ട്. ഇനി വളരെ പെട്ടെന്ന് തന്നെ പോകണം. 5:30 ആകുമ്പോഴേക്കും ഇവിടെ ഇരുട്ടാവാൻ സാധ്യത ഉണ്ട്. ഞാൻ ചേറ്റുവ ഹാർബറും കൂടി എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ചേറ്റുവ ഹാർബർക്ക് ഇനി ഒരു ദിവസം പോകാം. ഇവിടെ നിന്ന് ഏത് സൈഡിലേക്ക് നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സീനറികളുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കും. നമ്മളിപ്പോൾ നോട്ട് പുസ്തകത്തിൻ്റെ ചട്ടയിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ കലണ്ടറിലൊക്കെ കാണാറില്ലേ, അതേപോലെ നല്ലൊരു സീനറി അല്ലേ കാണുന്നത്. എൻ്റെ ഫോണിനും ക്യാമറയ്ക്കും ക്ലാരിറ്റി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു ക്ലാരിറ്റി ഉള്ള ക്യാമറയിൽ എടുക്കണമെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ആ ഒരു എന്താ പറയുക, തെങ്ങും തോപ്പുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. ഇതിൻ്റെ തമ്പനയിലായിട്ട് കൊടുത്താലും ഇനി ഇവിടേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല രസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഞണ്ടിനെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇവിടെ വന്നിട്ട് പിള്ളേർ ഞണ്ടിനെ പിടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചേറ്റുവ വഴി നമ്മൾ പോകുമ്പോഴേ കടൽ ഞണ്ടുകളതിനൊക്കെ കുറേ കിട്ടും നമുക്ക്. അപ്പോൾ കടൽ ഞണ്ടുകളൊക്കെ നമ്മുടെ ഈ ഒരു പുലിമുട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലയിട്ട് പിടിക്കാം. എന്നാലും ഇവന്മാർ ഇത്രയും വലിയ കല്ലുകളൊക്കെ, കരിങ്കല്ലുകളൊക്കെ എവിടുന്നായിരിക്കും കൊണ്ടുവന്ന് ഇവിടെ തട്ടിണ്ടാവുക? എന്തായാലും ഈ കരിങ്കല്ലുകളുടെ ഒരു ഇത് കണ്ടോ, ഷേപ്പുണ്ട്, ഡിസൈനൊക്കെ തേക്കിൻ്റെ ഡിസൈൻ പോലെ അല്ലേ. എന്തായാലും നല്ല അടിപൊളി കരിങ്കല്ലുകളാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് ചുവപ്പ് കളറുള്ള കല്ലുകളാണ്. നമ്മുടെ തഞ്ചാവൂരിൽ അമ്പലമൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനത്തെ കല്ലുകൾ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. അമ്പലത്തിൻ്റെ ആ ഒരു കളർ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാൻ വീണ്ടും നടന്ന് എന്താ പുലിമുട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വീണ്ടും എത്തി. ഇവിടെയാണ് കുറച്ചും കൂടി വൈബുള്ളൊരു സ്ഥലം. കുറച്ച് നേരം കൂടി നിൽക്കാം. അവിടെ വെള്ളം വന്നടിക്കുന്ന പാറകളൊക്കെ ശ്രദ്ധിച്ച് അവിടെ കുറേ കടൽ ഞണ്ടുകളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കടലിൽ മറ്റേ എന്താ പറയുക, കല്ലുമ്മക്കായ അങ്ങനെ എന്തൊരു സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അതിന് മീതെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതോ പായലാണോ? ഓ അടിപൊളി, പവർ ബാങ്കിലൊക്കെ വെള്ളം കയറി. ഇപ്പോൾ ഒരു എന്താ പറയുക, കാർമേഘം മൂടിയിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നത്, ഫാമിലി അടക്കം. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കരയിലേക്ക് ആ പുലിമുട്ടിലേക്ക് അടിക്കുന്ന തിരമാലകളൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നില്ല, അതേപോലെ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്നിട്ട് കാണുന്നത്. തിരമാലകളൊക്കെ നല്ല രീതിയിൽ ശക്തിയായിട്ട് കല്ലുമേ അടിക്കുന്നൊരു കാഴ്ച.
വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചെക്കൻ ടൈറ്റാനിക്കിൽ ഒരു പോസൊക്കെ കാണിക്കുന്നുണ്ട്. അവനറിയാം നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ. ചിരിക്കുന്നു രണ്ടുപേരൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ പുലിമുട്ടിലെ കുറേ കാഴ്ചകൾ. നല്ല രീതിയിൽ മഴ വന്നു, നനഞ്ഞു, അത്യാവശ്യം ഭീകരത കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ ലൈറ്റൊക്കെ കത്തി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇരുട്ടുണ്ടാവില്ല, ചെറുതായിട്ട് ലൈറ്റൊക്കെ ഉണ്ടായിരിക്കും. ഈ വൈകുന്നേരങ്ങളിൽ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 6:20 അപ്പോഴും ഇവിടെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് എന്താ ഇതിൻ്റെ പ്രതിഭാസം എന്നറിയില്ല, പക്ഷേ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലൈറ്റ് പോകുന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. കടൽക്ഷോഭത്തിൻ്റെ തീവ്രത നമുക്ക് ഇപ്പോൾ കാണാം. നേരത്തെ ഒരു തിര വന്നത് നേരെ ആ വീടിൻ്റെ അടുത്തേക്കാണ് പോയത്. അതിൽ ആളുണ്ടെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. കടലിൽ നിന്ന് നല്ല ഇടിവാളൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാം. കണ്ടോ, ഇങ്ങനെയാണ് കടൽക്ഷോഭം ഉണ്ടായി വീടുകളൊക്കെ തകരുന്നത്. അടുത്ത തിരമാല വരുന്നുണ്ട്. കടലിൽ അവിടെ ഇടി വിട്ടുന്നത് കണ്ടോ നിങ്ങൾ? ഇവിടെ ഒരു എന്താ പറയുക, മീൻപിടുത്തക്കാരും പോയിട്ടില്ല. റിസ്ക് ആണ് ഈ സമയത്ത്. നേരത്തെ നല്ലൊരു ഇടിവാള് വിട്ടിരുന്നു. ഇവിടെ ചുവപ്പ് കളറിലുള്ള ഇടിവാളയാണ് വരുന്നത്. പെട്ടെന്ന് പോകണം.